ഹലോ ഗൈസ്, അതിലേക്ക് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് കളിക്കാൻ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഗൈസ്. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഈ ഇതൊരു സ്ഥലമാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഈ ലാൻഡ് സെർവർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ സംഭവമാണ്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കെല്ലാവർക്കും കളിക്കാം ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ. എല്ലാത്തേക്കും ഇങ്ങനെ കയറാല. പിന്നെ ഇങ്ങനെ ഈ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു വലിയ സ്ഥലമാണ് ഗൈസ്. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മനസ്സിലായ പൊക്കത്ത് ഇങ്ങനെ ലാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ പൊക്കത്ത് ലാവ് ഒഴിച്ചാൽ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചാൽ ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണ്. നിങ്ങൾക്ക് ഇതിൽ കളിക്കണമെങ്കിലേ ഗൈസ് എനിക്ക് വെറുതെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മാത്രം മതി ഗൈസ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ID ഇവിടെ കൊടുത്തേക്കാം, ഈ വീഡിയോയുടെ ഇവിടെ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. റിക്വസ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല ലേറ്റസ്റ്റ് വെർഷൻ ആയിക്കണമെന്ന് തോന്നുന്നു മൈൻക്രാഫ്റ്റ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് റിക്വസ്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് വെറുതെ ജോയിൻ ചെയ്യാം. എൻ്റെ വേൾഡിൽ ഇങ്ങനെ കാണിക്കും, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതില് പിന്നെ പേരിങ്ങനെ മലയാളീസ് എന്ന് പറഞ്ഞ് കാണിക്കും, അതാണ് ഈ വേൾഡിൻ്റെ പേര്. കുറച്ച് പേർക്ക് ഇതിനകത്ത് കളിക്കണുണ്ട്. പിന്നെ എൻ്റെ ഒരു അനിയൻ കളിക്കാനുണ്ട്. ആ അക്കൗണ്ടിലാണ് ഞാൻ എപ്പോഴും കളിക്കുക. ഇത് അനിയൻ്റെ അക്കൗണ്ടാണ്. ഇത് ഈ അക്കൗണ്ടിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കാം. ഇതിൻ്റെ ഓണർ ആയതുകൊണ്ട് ക്രിയേറ്റീവ് കളിക്കാൻ നമുക്ക്. ബാക്കി എല്ലാത്തിനും സർവൈവർ ആയിരിക്കും. ഇത് വല്ല സാധനമൊക്കെ ആണെങ്കിൽ ഇതിനെ ഡൈവണ്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ വല്ല വീടിൻ്റെ അകത്ത് കയറി നോക്കിയാൽ മതി. ഞാൻ എല്ലാത്തിൻ്റെ അകത്ത് നിറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സീനുമില്ല. പട്ടികളൊക്കെ വേണം. ഇവിടെ കുറച്ച് പേരൊക്കെ ഈ സർവർ കളിക്കണ്ടേ ഗൈസ്. അവരോട് ആയിരിക്കും ഇങ്ങനെ പൊട്ടത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ പാട്ടീനൊക്കെ ഇവിടെ പൊക്കുന്നുണ്ടോന്ന് വെച്ചേക്കാം. ഇതൊക്കെ ഞാൻ പെറ്റാണ് ഞാനെന്നൊരു ഇതൊക്കെ ആരുണ്ടാക്കി വെച്ചാൽ ദൈവത്തിനറിയാം ഗൈസ്. ഇതൊക്കെ ആരുണ്ടാക്കാം. നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇതിൽ കളിക്കണതേ വല്ല ശോക സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനാ ഗൈസ്. ഇപ്പോൾ താഴത്തേക്ക് ഇടക്കിടക്ക് താഴത്തേക്ക് പോകണം. ബീക്കണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പോർട്ടൽ ആരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ചെങ്ങാണ്ട് നെതറി പോവാം ഗൈസ്. എവറായും ഈ ചെക്ക് ഈ വില്ലേജറൊക്കെ എങ്ങനെ ഇവിടെ എത്തി ഗൈസ്? ഇതൊന്ന് പിന്നെ പോകണം. ഈ വില്ലേജറൊക്കെ ഇതെങ്ങനെ ഇവിടെ എത്തി? സീനാട്ടാ ഗൈസ്. ഇലക്ട്രോ വെച്ച് പറയാൻ നോക്കിയാലോ. ഇലക്ട്രോ എനിക്ക് സത്യം പറയാൻ എനിക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടാ ഗൈസ്. എങ്ങനെ പോകണം ദൈവത്തിനറിയാം. ആൾക്കാരൊക്കെ വയറ് വർക്കൊക്കെ കൊണ്ട് ഇങ്ങനെ പറന്നു. നമുക്കൊന്നും അറിയാൻ പാടില്ല ഇത് ഉപയോഗിക്കണം എങ്ങനെയാണ്. ഇത് നോക്കാം ഗൈസ്. ഇത് വറക്കണില്ലല്ലേ ഈ ഗ്ലാസേ. ചെക്കന്മാരെ കൊണ്ട് തോറ്റ്. കൂട്ടുകാരന്മാരുടെ ഇപ്പം ഇതിൽ കളിക്കണമെന്ന് വേറെ ആരും ഇങ്ങനെ കളിക്കണല്ലേ ഇപ്പം ഈ സർവറിൽ. പറക്ക് എന്ത് തേങ്ങാണ്ട് ഇത്. ആൾക്കാർക്ക് ഇലക്ട്രോണ്ട് എങ്ങനെയാണ് വറക്കണത് എനിക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. എനിക്ക് ഇലക്ട്രോണ്ട് വറക്കണമെന്ന് അറിയാൻ പാടില്ല. ക്രിയേറ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ വില്ലേജൊക്കെ ആണ് കേട്ടോ ഗൈസ്. ഒരു വില്ലേജ് ഉണ്ട്. ഈ വില്ലേജസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ചെയ്തോ. വില്ലേജിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ വേറെ വീടൊക്കെ ഉണ്ട്. ആ വീട് കാണിച്ചു തരാം. വേറെ 2 വീടുണ്ട്. ഇതൊക്കെ വെറുതെ ലാവ വെച്ചുണ്ടാക്കി ഇവിടെ. ലാവ വെച്ചുണ്ടാക്കി ഇവിടെയൊക്കെ പോട്ടെ. രാവിലെയൊക്കെ ഉണ്ട് കേട്ടോ. കമാൻഡ് അടിക്കാം. എൻ്റെ ഈ ഓണറാണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സർവറിന്. നമുക്കിവിടെ വില്ലേജൊക്കെ ഉണ്ട്. നമുക്ക് വില്ലേജൊക്കെ ഒന്ന് ഇതാക്കാൻ പോകണം. അതിനേക്കാളും മുമ്പേ ഞാൻ വേറെ വീട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ അനിയൻ്റെ വീട്. ഇവിടെയാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതവൻ കുറച്ചുണ്ടാക്കി, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി. സെറ്റപ്പ് സ്ഥലമാണ് ഇതേ. അടി കുറച്ച് ദൈപ്പുണ്ട്. അവിടെ പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. അവിടെ ക്രീപ്പർ ഒന്ന് പൊട്ടിച്ചിരിക്കും. സെറ്റാ കുഴപ്പമില്ലാത്ത വീടാണ്. പിന്നെ ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്തേ കൊണ്ടാ കുഴപ്പമില്ല. പൊക്കത്തെ നിലയൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് റീസ്പോണൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ചെസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല തോന്നാൻ. വേണമെങ്കിൽ പിന്നെ ഒന്ന് വെക്കാം സാധനങ്ങൾ. ഞാൻ ഒരു വീട് കാണിച്ചു തരാം. അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്ന് എടുത്തു. ഞാൻ പിന്നെ വെച്ചോളാം. ഓക്കെ, വില്ലേജൊക്കെ ഉണ്ട് ഗൈസ്. കലക്കം വില്ലേജാണ്. അടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സാധനം ഉണ്ടാക്കണം. ട്രെയിൻ പോലെ പോലെ. ഇതാണ് അടുത്ത വീട്. ചെക്കന്മാരെ കൊണ്ട് തോറ്റല. കൂട്ടുകാരന്മാരുടെ ആരെങ്കിലും പരിപാടി ആയിരിക്കും. വീടിൻ്റെ പൊക്കത്തോണൊക്കെ അല്ലല്ല. എനിക്ക് ഗൈസ് ഒന്ന് പൊട്ടിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം. ദൈവം ഇതൊക്കെ ഇങ്ങനെ പൊട്ടിക്കോളാം. ഓക്കെ ഗൈസ്, നമ്മെല്ലാം പൊട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നാനേ ഈ കട്ട നിങ്ങൾക്ക് എവിടെ കണ്ടിട്ടില്ലേ? അനിയൻ്റെ വീട്ടിലെ കട്ട. അപ്പം എന്തായാലും അവൻ തന്നെ ആയിരിക്കും ഇതിട്ടേക്കാണ്. വെറുതെ വന്ന് കാണിക്കണേ. അവനൊക്കെ സർവൈവറാണ്. അവൻ മിക്കവാറും ആ വീടുണ്ടാക്കിയ എന്തായാലും കട്ടയൊക്കെ തന്നെയാണ് ഉണ്ടാവും. ഫസ്റ്റൊക്കെ അടിയില്ലാത്ത ഫ്ലോറൊക്കെ അവനാണ് ഉണ്ടാക്കിയത്. ഇതാണ് എൻ്റെ മെയിൻ വീട്.
ഇവിടെ നമുക്ക് ഇതെൻ്റെ പട്ടിയാണ് ഗൈസ്. ഇതെൻ്റെ സർവൈവൽ അക്കൗണ്ടിലെ പട്ടിയാണ്. അപ്പം എനിക്ക് ഈ അക്കൗണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്. പട്ടികളൊക്കെ ഏൽപ്പിക്കാൻ പറ്റൂലേ. ഇവിടെ എന്താണെങ്കിലും ഗൈസ് എടുത്തു. ഇതിൻ്റെ ചെസ്റ്റിനകത്ത് സാധനങ്ങളുണ്ട്. ഈ കണ്ടാട്ടില്ല ഗൈസ്. ഈ നമ്മുടെ ഈ ബാറൊക്കെ കണ്ട, ഇതൊക്കെ നീല കളറിലേക്ക് കണ്ട. ഈ ചെസ്റ്റ് ഒരു ക്രിസ്മസിൻ്റെ ഇതുപോലെ കാണണ്ട. അത് നമ്മൾ ഈ ന്യൂ ഇയർക്ക് ആണല്ലോ, ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പം ഞാൻ പുതിയൊരു മോഡെന്നാ ടെക്സ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് ഗൈസ്. കലക്കൻ ടെക്സ്റ്ററാണ്. നമ്മൾ ഈ ഇതൊക്കെ ചുമന്ന വരും. പിന്നെ ചെസ്റ്റൊക്കെ ഇല്ലേ, മറ്റേതോ ചെസ്റ്റ് ഉണ്ടല്ലോ വേറെ, ആ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഈ കളർ റെഡ് കളറായിരിക്കും. അടിപ്പാൻ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഈ ടെക്സ്റ്റർ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കോളാം. നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യൊന്നും വേണ്ട. പിന്നെ അങ്ങ് പറക്കാൻ പറ്റണം. റോക്കറ്റ് വെറുതെ കൈ പിടിച്ചിട്ട് കണ്ട ഗൈസ്. അവിടെ നമ്മുടെ സ്ഥലം മറ്റേ വലുത് മുട്ടം വീടാണ് ഗൈസ്. ഭയങ്കര വലുതാണ്. ബീക്കൺ പൊക്കതെന്നൊക്കെ കാണാം. കണ്ട എൻ്റെ ഒരു ഇതേ ഗൈസ്. നമുക്ക് നെതറി പോയാലാ ഗൈസ്. നമുക്ക് നെതറി പോകാം ഗൈസ്. അടിപൊളിയായിരിക്കും. നെതറി പോയാൽ കുഴപ്പമാണെന്നറിയാം. നമ്മളെ സീൻ എന്താണെന്നറിയാം. നെതറിക്ക് അറിയാലേ, ഉള്ളിൽ നിന്ന് പോർട്ടലൂട്ടിയ സീനാണേ. ചുറ്റിയൊക്കെ എടുക്കാം ഗൈസ്. ചുറ്റിയ മടലെല്ലാം എടുക്കുക. അടിച്ച് പൊളിക്കാനുള്ള ഡറി നമുക്കുണ്ട വെടി. നമ്മൾ ക്രിയേറ്റീവ് അല്ലേ, ആരെന്ത് ചെയ്യാ. കേടെ അയ്യോ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ വരി. ദൈവമേ, ഇവിടെ ചെക്കനെ കീപ്പുണ്ട്. അന്നങ്ങിയൊക്കെ ഒന്നാളെ ചെക്ക് നോക്കാറാണ്. ചത്ത് പോളാ പോ. ഇതമ്മനെ കൊല്ലൂല. അമ്മ അറിയാൻ നോക്കിയിട്ട് പോയി കളയൊക്കെ അല്ല. നിക്ക് ചെക്കനോടെ കൊടുക്ക. ചുറ്റിയാടുന്ന പോലെ പാവം ചെക്കൻ ചത്ത്. ഈ ചുറ്റിയില്ലേ ചാടി അടിച്ചാ പവർ കൂടും കൈസ്. പാവം ചെക്കന്മാരി പാവത്തിന് പോകണ്ട. എടാ കൈസ്, ഇതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മ ശരിയാക്കി തരാം. ഇപ്പം പിന്നെ മാറാണ്ടോ കേട്ടോ കൈസ്. ഇപ്പം മാറാണ്ടോയെ ഇല്ല. വേങ്ങളെ വെച്ച് കൊടുത്തപ്പോൾ ചെക്കൻ മാറാണ്ടോ. നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ മുഖമാണ് കൈസ്. ഇപ്പം പിന്നെ നിൽക്കണതിൻ്റെ അകത്ത് ചെക്കന്മാർ നിൽക്കണില്ല. അത് നമ്മ തീ പിടിച്ച്. ഓക്കെ ചെക്കന്മാരൊക്കെ കൊണ്ട് തോറ്റി. ചെക്കന്മാരൊക്കെ വല്ലയിടത്ത് മൂന്ന് കൈസ്. നമ്മളിവിടെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അമ്മമാരൊക്കെ ഈ ചെക്കൻ്റെ പ്രശ്നം തീർത്ത് കൊടുക്കാം. ആ പ്രശ്നം കഴിഞ്ഞാലാ അത് എല്ലാത്തിനും ഹാപ്പി ആയി കൈസ്. ഇവിടെ ഒരു സാധനം നിൽപ്പുണ്ട് കേട്ടോ ഈ സൈഡിൽ കണ്ടായിരുന്ന. ദേ വലിയ ക്രിയേറ്റീവ് ആയതുകൊണ്ട് സർവൈവൽ കളിക്കൊണ്ട് പേടിയാണ്. ഈ ചാടിച്ച സാധനങ്ങളൊക്കെ വരും കൂടെ. ഇത് കത്താതെ തന്നെ കൈസ് ചത്ത്. അതിൻ്റെ കുഞ്ഞുങ്ങളവിടെ വന്നു കൈസ്. സെറ്റ് ഭയങ്കര സീൻ സാധനമാണ് കൈസ്. പൊടിയൊക്കെ പറയണടാ. നമുക്ക് തിരിച്ച് പോവാം കൈസ്. ഇനി അതേമാതിരി ഇവിടെ നട്ടേ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ അവിടെ തന്നെ എത്തിയാൽ കൊള്ളാം. അവിടെ തന്നെ എത്തുമല്ലോ കൈസ്. അങ്ങനെയാണല്ലോ. ഈ വേറെ പോർട്ടൽ ഉണ്ടാക്കിയാലേ വേറെ എങ്ങനെയും പോകുള്ളൂ. ഓക്കെ, നമ്മൾ അവിടെ തന്നെ എത്തുമെന്ന് വയ്ക്കും. ഇന്ന് ലോഡായിട്ട് ഞാൻ വരട്ടെ. എത്തി പട്ടികളൊക്കെ ഇവിടെ ഇപ്പം ഉണ്ടല്ലോ. മഴയാണല്ലേ കൈസ്. പോയി വന്നപ്പോഴത്തേന് കുറേ മാറിപ്പോയോ. ഇനി ഒരു സ്ഥലമുണ്ട് കൈസ്. ഒരു സീക്രട്ട് ബേസ് ഉണ്ട് കൈസ്. ഈ വീട്ടിൽ കണ്ടാൽ പറയുക. ഇപ്പം കാണിച്ചു തരാം കൈസ്. ആ ഒരു മൂലക്കാട്ടാണ് ഈ മിനിറ്റ് അങ്ങോട്ട് പോവുക. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ട മനസ്സിലാവൂല അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടേ. ഒരേ കളറൊക്കെയാണല്ലോ. ഇതിൻ്റെ അടിയിലേക്ക് പോകണമെങ്കിൽ കൈസ് കല്ലൊക്കെ സ്ഥലം കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ലേ കൈസ്. ഈ മരമൊക്കെ നമ്മൾ നട്ടാണ്. ഞാൻ തന്നെ നട്ട് വെച്ചാണ്. ഈ ഗോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല സോംബിയോ പോലെ സോണാണെങ്കിൽ തല്ലിക്കൊല്ലാല. പിന്നെ അവിടെ ഒരു ഇത് മറ്റേ ഹണി ബീയുടെ സാധനം. അവിടെ ഹണിയൊക്കെ വന്ന് എടുക്കാം കൈസ്. ഇനി ഇതിൽ വേറെ ഒരു സീക്രട്ട് ബേസ് ഉണ്ട് കൈസ്. അത് എവിടെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല കൈസ്. ഇത് ഉണ്ടാക്കി ഈ വെള്ളം ഉണ്ടാക്കിയിട്ട് നാളെ ഈ വെള്ളം ഉണ്ടാക്കിയിട്ടല്ല ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ആദ്യം ഇവിടെ തന്നെ ഉണ്ടാ കൈസ്. ഇതും ഇങ്ങനെയാണ്. ഇവിടെ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് എത്തും. ഇവിടെ ഇങ്ങനെ പ്രത്യേക സെറ്റപ്പ് ഒന്നുമില്ല. ഈ കോഴിക്ക് നീ മുട്ടയിട്ട് വെച്ചേക്ക്. കുഞ്ഞൊക്കെ വന്നതിൻ്റെ അന്ന് കോഴി മുട്ടയൊക്കെ അതേ അടുത്ത്. ഇവിടെ കൈസ് കോഴികളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും നിങ്ങൾ ഈ സർവറിൽ കയറുമ്പോൾ ഇങ്ങടൊക്കെ വന്നാൽ കോഴി മുട്ടയൊക്കെ കിട്ടും. എല്ലാം ഉണ്ട്. കോഴിയൊക്കെ തിന്ന് കറിയും വെക്കാൻ കൈസ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ സെറ്റപ്പ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം കൈസ്. അവിടെ നിന്നാണെങ്കിൽ ഇരിപ്പുണ്ട്. നിങ്ങാണെങ്കിൽ എടുത്തോ കൊണ്ടുവന്നിട്ട് നോക്കി ഇതിനൊക്കെ തല്ലിക്കൊന്നാലാ. ആരത്തെ ചേട്ടാ ഇവിടെ വന്നത്. ഞാൻ പൊക്കത് വെച്ചാൽ കോഴികളൊക്കെ ഇപ്പം താഴെ ഇറങ്ങി നടക്കണേ. കോഴിനെയൊക്കെ നമുക്ക് വറക്കാം. 1 2 3 കൊല്ലി. അയ്യോ ഉറങ്ങിപ്പോയില്ല. അപ്പം രാത്രിയാണെന്ന് അർത്ഥം കൈസ്. ഉറങ്ങണമെങ്കിൽ രാത്രിയാണല്ലോ. എല്ലാം ചത്ത് കൈസ്. നമുക്ക് പൊക്കതേക്കാം കൈസ്.
ഇനി ചെറിയ പ്രശ്നമുണ്ടോ ചെയ്യുന്നത് ഞാൻ ഏണി വെക്കാൻ പറഞ്ഞത്. ഈ ഓണർ അക്കൗണ്ടിലാണ് ഉണ്ടാക്കണം ഗൈസ്. ഈ അക്കൗണ്ടിന് മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട അഡ്മിൻ കമൻ്റൊക്കെ എല്ലാം ഉണ്ടീനത് ഇങ്ങനെ കമൻ്റൊക്കെ അടിക്കാം. അപ്പോൾ ഞാൻ ഈ ക്രിയേറ്റീവ് ഉണ്ടാക്കണോണ്ട് ഇതൊക്കെ എല്ലാം വെക്കാൻ പറഞ്ഞു ഗൈസ്. പിന്നെ ബാക്കിയുള്ള അക്കൗണ്ടൊക്കെ സർവൈവൽ ആയിക്കോട്ടെ. ഇതിൻ്റെ ഇതായതുകൊണ്ട് മാത്രമാണ്. ഓക്കെ നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് കൂടി പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് സൈഡിൽ കുറച്ച് മഴ വീണല്ലോ തോന്നണല്ലേ ഗൈസ്? തോന്നണോ? ഓക്കെ കാണാനല്ല എവിടെ ഇത് കാണാൻ പറ്റാത്ത ഇതിനകത്ത് അത് തന്നെ മഴയല്ലേ ഗൈസ് അത്. ഏടാ ഇതിൽ കളിക്കാന്മാരെ കൊണ്ട് തോറ്റട്ടാ. ഇപ്പം ഇത് പ്രൈവറ്റ് ആക്കിയിട്ടതുകൊണ്ട് സീനില്ല. പ്രൈവറ്റ് മോഡ് ഉണ്ടല്ലോ അപ്പം എല്ലാം നമുക്ക് മാത്രം കളിക്കാൻ പറ്റണം ഗൈസ്. ഇതിന് മുമ്പ് വേറെ തോളൊക്കെ കണ്ടിട്ട് ഇത് ആരണ്ടൊക്കെ കാണിച്ചു വെച്ചേക്കണേ. അവരൊക്കെ ഗ്ലാസ് കൊണ്ടൊക്കെ അടച്ചു വെച്ചേക്കാൻ. നമ്മൾ മഴ വീണത് എവിടെ നിന്നാണ്? എവിടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ അതെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഗൈസ്. വല്ല ഡയറക്റ്റ് അത് നമുക്ക് നിങ്ങളൊക്കെ കളിക്കുമല്ലേ മറ്റേ ഞാൻ പറഞ്ഞ ഫ്രണ്ട് റിക്വസ്റ്റ് വെച്ചിട്ട്. അപ്പം നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ നമുക്ക് പുറത്തേക്ക് പോകാം ഗൈസ്. പുറത്ത് മഴ കൊടയിലല്ല ഗൈസ്. കൊടയിലാണ് വേറെ വഴിയുണ്ട് ഗൈസ്. നമ്മ പറഞ്ഞ രാവിലെ നമ്മ പറയണം രാവിലെ മഴ പോട്ടെ പോയി. ഇതാണ് ഗൈസ് ഇതിൻ്റെയൊക്കെ വേണ്ടട്ടെ. അവിടെ പോകണം എന്താണെങ്കിലും ചെയ്യാം കേടാ. ഓക്കെ ആഴ്ച പുറത്തേക്ക് പോവാം. നമ്മുടെ അടുത്ത പരിപാടിയാണ് നമുക്ക് എന്ത് ചെയ്യും ഗൈസ്. നമുക്ക് ഈ ചുറ്റുകൊണ്ട് കാണാനെ കടിച്ചു. ആ കോഴി തീർന്നു. ഓടിക്കോ ജിയോ മണിക്ക് ഓടി. ഓടി അവിടെ നിന്നോ അത് നല്ല രസം. അടുത്തേക്ക് കാണാം കോഴിയൊക്കെ അടുത്തേക്കൊക്കെ നൈസ്. ഓക്കെ അത്രയുണ്ട്. അതിനെ കൂടി കൊരാം ഒരു സമാധാനം. ഇതിനെ കൂടി തീരട്ടെ. അത് രത്തോ അത് നമുക്കിനി വില്ലേജിലോട്ട് പോകാം ഗൈസ്. വില്ലേജ് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് വില്ലേജസൊക്കെ ഉണ്ട് ഗൈസ്. ഈ വില്ലേജസിനെ കൊണ്ട് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഫാമൊക്കെ ഈ മച്ചാൻ്റെ ഇവിടെ വരരുതെന്നല്ലേ പറയണം. മച്ചാനേ ചെക്കര് ഈ ആടിനെ കൊണ്ട് തൂപ്പിക്കാൻ നടക്കണേ. സർവൈവലാണെങ്കിൽ കാണുന്നത് ഈ ആട് നമ്മളെ തൂപ്പിക്കും എന്നുള്ള അടുത്തേക്ക്. ഇപ്പം ഈ ചുറ്റിയുടെ ശക്തിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അടിച്ചിട്ടാണെങ്കിൽ ഒറ്റടിക്ക് എത്തും ഗൈസ്. അതായത് ചുറ്റിയ പ്രത്യേകത. ഓക്കെ എടാ സർവൈവലൊക്കെ നമ്മൾ ചാടി സിമ്പിൾ അടിക്കുന്ന സാധനം ക്രിയേറ്റീവ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ക്രിയേറ്റീവ് കളിച്ചു നോക്കി നിങ്ങൾ നൂബായി പോകും. നമ്മൾ സർവൈവലൊക്കെ ഒറ്റ ട്രൈ കൊള്ളിക്കുന്ന സാധനമാണ് ഗൈസ്. ക്രിയേറ്റീവ് നമുക്ക് കളിക്കാൻ പറ്റില്ല. ചത്ത് പറഞ്ഞില്ലേ വൺ ഷോട്ട് ചത്ത്. ഇത് പോകണം. അവൻ ചത്തിട്ട് ആടി ചത്തിട്ട് അവന് കുഴപ്പമില്ല. അപ്പം അവനും വേണ്ട അവരെ കൂടി വെട്ടിക്കൂല ചത്തോ. ചത്ത് നമുക്ക് ഇതിൻ്റെ ആട് ഓടിക്കാൻ പറ്റുക. ആട് കൂടി കൊല്ലാൻ കഴിച്ചു ചത്തോ. 3 ക്രിട്ടിക്കൽ ഹിറ്റ് അടിച്ച ഗൈസ്. ആ സ്റ്റാർ തന്നെയാടാ. അത് ക്രിട്ടിക്കൽ ഹിറ്റ് അടിച്ച അടിച്ചാൽ മതി. ആദ്യം എന്ത് സീൻ സാധനം ഗൈസ്. അവിടെ വില്ലേജസൊക്കെ ഉണ്ട്. വില്ലേജ് സംഭവം ചെയ്യാനൊന്നുമില്ല ഗൈസ്. നമ്മുടെ ചെക്കന്മാരാ ഇപ്പോൾ സംഭവം കാണിച്ചിട്ടെ ഗൈസ്. ഒരു സീൻ സാധനമാണ് നമ്മയില്ലേ ഈ എമറാൾഡ് കൊടുക്കാൻ വേണ്ട. വില്ലേജ് നമുക്ക് എമറാൾഡൊക്കെ കൊടുത്താൽ നമുക്ക് ട്രേഡ് ചെയ്യാമല്ലോ ഗൈസ്. ആണോ ഇപ്പോൾ സാധനം കൈ പിടിച്ചാണുണ്ടായത്. ഞാൻ എൻ്റെ ആ പോക്കറ്റ് വേണ്ട ഒരു സിൽവർ കളറിലേക്ക് കാണാറ്റുണ്ടോ ഗൈസ്. മര്യാദ ഞാൻ സൂചിച്ച മച്ചാനെ എമറാൾഡ് എമറാൾഡ് കാണിച്ചാൽ ചെക്കന്മാരെ നോക്കിക്കേ ഗൈസ്. ശ്രദ്ധിച്ച് നോക്കാൻ പോക്കറ്റ് സിൽവർ കളറായിരിക്കും. ട്രേഡ് ചെയ്യണ്ട നിൽക്ക് ആടാ. സിൽവർ കളറല്ലേ ഇപ്പം അവർക്ക് ഇത് പച്ച അല്ലെങ്കിൽ ഡയമണ്ട് ആയി കാണിച്ചാലാ ചെക്കനെ ട്രേഡ് ചെയ്യാം. മൊത്തം മേടിച്ചോ ചെക്കനെ കാട മൊത്തം മേടിക്കാം. പൈസയിലിരിക്കണ തന്നോ പോരാ. ബ്ലഡൊക്കെ നീ തന്നെ വെച്ചോ. എന്നിട്ട് പൈസയിലേ എമറാൾഡോടെ എല്ലാം മേടിച്ചോ. ആപ്പിളൊക്കെ തീർത്തോ. കച്ചവടം നിന്ന് ഇപ്പൊ ജേണിമാനായി ഗൈസ്. അവൻ്റെ പൊക്കത് ഫാർമറിൽ ജേണിമാൻ. ഫാർമറി ഇപ്പൊ എക്സ്പേർട്ട് ആവും. കഴിഞ്ഞ സാധനം അവിടെ ഇനി തീർന്നായോ എൻ്റെ സാധനങ്ങളൊക്കെ. ഇനി സാധനങ്ങളാണ് മേടിക്കുന്നത് ഗൈസ്. ഇപ്പം ഈ സാധനം നോക്കിയേ ഇപ്പം എന്ത് കളറാണ് ഗൈസ്? പച്ച കളറ്. അതേ ചെക്കൻ റിച്ചായെന്ന് അർത്ഥം. ചെക്കനിപ്പോൾ കുറച്ച് റിച്ച് പടിയാണ്. നമ്മൾ ചെക്കനെ റിച്ച് ആക്കി കൊടുത്ത് എല്ലാ സാധനം മേടിച്ചാണ്ട് ഇനി വീട്ടിൽ പോയെന്ന് പറയാൻ ഒരു പരിപാടിയില്ല. ചെക്കനെ മമ്പനായി കൊടുത്ത്
സീനാണ് ഈ നമ്മുടെ ട്രേഡിങ് ഇതിലൊക്കെ പോകണ ഗൈസ്. ഓ ചെക്കറിച്ചാടാ ചെക്കന് അമ്പാനി ഇനിയും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ചെക്കൻ തന്നെ എടുത്തോട്ട് പാവം ചെക്കൻ എടുത്തു മേടിച്ചിട്ട് നമുക്ക് അവനെ കൊടുക്കാം ഗൈസ്. ഓക്കെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. വെറുതെ കയ്യിരിക്കണേ വേറെ ചപ്പും ചാവാറും. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് മൈൻക്രാഫ്റ്റ് വീഡിയോ വേണമെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ റോബ്ലോക്സിന് വീഡിയോ ഒക്കെ നമുക്ക് ഇടാം. നമ്മൾ എല്ലാ വീഡിയോ ഇടാറൊക്കെയാണ്, ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഗൈസ് അതൊക്കെ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.